ഓം നമോ ഭഗവതേ വാസുദേവായ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. ദശമസ്കന്ധം അഥ ചത്വാരിംശത്തമോധ്യായ. അക്രൂര ഉവാച. നതോസ്മ്യഹം ത്വാഖിലഹേതുഹേതും നാരായണം പൂരുഷമാദ്യമവ്യയം യന്നാഭിജാതാദരവിന്ദകോശാത് ബ്രഹ്മാവിരാസീത് യത ഏഷ ലോകാം. ഹൂസ്തോയമഗ്നിപവനഖമാതിർമഹാനജാതിർമന ഇന്ദ്രിയാണി സർവേന്ദ്രിയാർത്ഥാ വിബുധാശ്ച സർവേ ഏകേതവസ്തേ ജഗദോംഗഭൂതാം. നൈതേ സ്വരൂപം വിദുരാത്മനസ്തേ ഹ്യജാതയോനാത്മതയാ ഗൃഹീതാം. അജോ നിബദ്ധഃ സഗുണൈരജായ ഗുണാത് പരം വേദനതേ സ്വരൂപം. ത്വാം യോഗിനോ യജന്ത്യർത്ഥ മഹാ പുരുഷമീശ്വരം സാധ്യാത്മം സാധിഭൂതം ച സാധിദൈവം ച സാധവാം. ത്രയ്യാ ച വിദ്യയാ കേചേ ത്വാം വൈ വൈതാനികാദ്വിജാം. യജന്തേ വിതതൈർയജ്ഞൈർനാനാരൂപാമരാഖ്യയാം. ഏകേ ത്വാഖിലകർമാണി സംന്യസ്യോപശമം ഗതാ. ജ്ഞാനിനോ ജ്ഞാനയജ്ഞേന യജന്തി ജ്ഞാനവിഗ്രഹം. അന്യേ ച സംസ്കൃതാത്മാനോ വിധിനാ വിഹിതേന തേ യജന്തി ത്വന്മയാസ്ത്വാം വൈ ബഹുമൂർത്യേകമൂർത്തികം. ത്വാമേവാന്യേ ശിവോക്തേന മാർഗേണ ശിവരൂപിണം. ബഹു ആചാര്യവിഭേദേന ഭഗവൻ സമുപാസതേ സർവ ഏവ ജയന്തി ത്വാം സർവദേവമഹേശ്വരം. യേപ്യന്യദേവതാ ഭക്ത യദ്യപ്യന്യധിയ പ്രഭോ. യഥാദ്രിപ്രഭവാനദ്യ പർജന്യപൂരിതാ പ്രഭോ. വിശന്തി സർവതസിന്ധം തദ്വത്വാം ഗതയോന്തതാം. സത്വം രജസ്തമ ഇതി ഭവതഃ പ്രകൃതേർഗുണാ തേഷു ഹി പ്രാകൃതാ പ്രോതാ ആബ്രഹ്മസ്ഥാവരാദയാം. തുഭ്യം നമസ്തേ സ്ത്വഭിഷക്തദൃഷ്ടയേ സർവാത്മനെ സർവധിയാം ച സാക്ഷിണേ. ഗുണപ്രവാഹോയമവിദ്യയാ കൃത പ്രവർത്തതേ ദേവനൃതിര്യകാത്മസു. അഗ്നിർമുഖം ദേവനീരഘ്രീരീക്ഷണം സൂര്യോ നഭോ നാഭിരഥോ ദിശശ്രുതി. യൗഗം സുരേന്ദ്രാസ്തവ ബാഹവോർണവ കുക്ഷിർമരുത്പ്രാണബലം പ്രകൽപ്പിതം. രോമാണി വൃക്ഷൌഷധയ ശിരോരുഹാ മേഘാപരസ്യാസ്തി നഖാനി ദേദ്രയാം. നിമേഷണം രാത്ര്യഹനീ പ്രജാപതിർമേഢ്രസ്തു വൃഷ്ടിസ്തവ വീര്യമിഷ്യതേ. ത്വയ്യവ്യയാത്മൻ പുരുഷേ പ്രകൽപ്പിത ലോകാസപാല ബഹുജീവസങ്കുല. യഥാ ജലേ സഞ്ചിഹതേ ജലൗകസോऽപ്യോദുംബരേ വാ മശകാ മനോമയേ. യാനി യാനീകരൂപാണി ക്രീഡനാർത്ഥം ബിഭർഷിഃ. തൈരാമൃഷ്ട ശുചോ ലോകാ മുദാ ഗായന്തി തേ യശാം. നമഃ കാരണമത്സ്യായ പ്രളയാബ്ധി ചരായ ച. ഹയശീർഷ്ണേ നമസ്തുഭ്യം മധുകൈടഭ മൃത്യവേ. അഹൂവാരായ ബൃഹദേ നമോ മന്ദരധാരിണേ. ക്ഷിത്യുദ്ധാരവിഹാരായ നമഃ സൂകരമൂർത്തയേ. നമസ്തേऽദ്ഭുതസിംഹായ സാധുലോകഭയാവഹ വാമനായ നമസ്തുഭ്യം ക്രാന്തത്രിഭുവനായ ച. നമോ ഭൃഗൂണാം പതേ ദൃപ്തക്ഷത്രവനച്ഛിദേ. നമസ്തേ രഘുവര്യായ രാവണാന്തകരായ ച. നമസ്തേ വാസുദേവായ നമഃ സംകർഷണായ ച. പ്രത്യുപ്നായ നിരുദ്ധായ സാത്വതാം പതയേ നമഃ. നമോ ബുദ്ധായ ശുദ്ധായ ദൈത്യദാനവമോഹിനേ മ്ലേച്ഛപ്രായക്ഷത്രഹന്ത്രേ. നമസ്തേ കൽക്കിരൂപിണേ. ഭഗവൻ ജീവലോകോയം മോഹിതസ്തവ മായയാ. അഹം മാമേത്യ സദ്ഗ്രാഹോ ഭ്രാമ്യതേ കർമ്മവർണ്ണസു. അഹം ചാത്മാത്മജാകാരധാരാർത്ഥ സ്വജനാദിഷു. ഭ്രമാമി സ്വപ്നകൽപ്പേഷു മൂഢസത്യധിയ വിഭോ. അനിത്യാനാത്മദുഃഖേഷു വിപര്യയമതേർഗുണാഃ.
ह्यहं ദ്വന്ദ്വാരാമസ്തമോ പൃഷ്ടോ ന ജാനേ ത്വാത്മനഃ പ്രിയം യഥാ ബുധോ ജലം ഹിത്വാ പ്രതിച്ഛന്നം തമുദ്ഭവൈ അഭ്യേതി മൃഗതൃഷ്ണാം വൈ തത്ത്വത്വാഹം പരാങ്മുഖാം നോത്സഹേഹം കൃപണതി കാമകർമ്മഹതം മന രോദ്ധും പ്രമാധിഭിശ്ചാക്ഷൈർഹ്രിയമാണ മിതസ്തദാ സോഹം തവാഘ്ര്യോപഗതോസ്മ്യ സദാം ദുരാപം തച്ചാപ്യഹം ഭവദനുഗ്രഹ ഈശമന്യേ പുംസോ ഭവേത് യർഹി സംസരണാപവർഗ സ്വയബ്ജനാഭ സദുപാസനയാമതി സ്യാത് നമോ വിജ്ഞാനമാത്രായ സർവപ്രത്യയഹേതവേ പുരുഷേശ പ്രധാനായ ബ്രഹ്മണേനന്ദശക്തേ നമസ്തേ വാസുദേവായ സർവഭൂതക്ഷയായ ച ഋഷികേശ നമസ്തുഭ്യം പ്രപന്നം പാഹി മാം പ്രഭോ. ഇത് ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാ സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ അക്രൂരസ്തുതിർനാമ ചത്വാരിംശത്തമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. നാരായണ നാരായണ നാരായണ. അക്രൂരിൻ്റെ സ്തുതിയാണ് നമ്മൾ കേട്ടത്. കാളിന്തി നദിയിലെ ഉദ്ധാനത്തിന് വേണ്ടിയിട്ട് അക്രൂരൻ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ഭഗവാന്റെ ചതുർഭുജാകാരമായിട്ടുള്ള രൂപം കണ്ട് അത്ഭുതപ്പെട്ടു. താൻ ഇപ്പോൾ തന്നെയാണല്ലോ രഥത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്നാനം ചെയ്തത്. രഥത്തിൽ കൃഷ്ണൻ രാമൻ ഇരിക്കണമെന്നല്ലോ. ആ കൃഷ്ണനും രാമനല്ലേ ഇപ്പോൾ വെള്ളത്തിൽ കണ്ടത് ഞാൻ. ഉയർന്നു പൊങ്ങി നോക്കിയപ്പോൾ രഥത്തിൽ കൃഷ്ണനും രാമനും ഇരിക്കുന്നു. എന്താണ് ഇങ്ങനെ? വല്ലാത്തൊരു മോഹാവസ്ഥയിൽ എത്തിച്ചെന്നു അക്രൂരൻ. വീണ്ടും മുങ്ങി നോക്കിയപ്പോൾ ആ കൃഷ്ണനും രാമനെയും എന്താ വൈകുണ്ഠത്തിലിരിക്കുന്ന ഭഗവാനായിട്ട് കാണുന്നു. എല്ലാം കൊണ്ടും അത്ഭുതപ്പെട്ടു പോയി അക്രൂരൻ. വേഗം പൊങ്ങി വന്നിട്ട് ഭഗവാനെ നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ്, സ്തുതിക്കുകയാണ് ഭഗവാനെ. സാധാരണ ഒരു യശോദാനന്ദനായിട്ട് ഒന്നും കാണാനായി സാധിക്കണില്ല അക്രൂരന്. സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായിട്ട്, എല്ലാത്തിൻ്റെയും നാഥനായിട്ട്, സകല ലോക സൃഷ്ടാവായിരിക്കുന്ന ബ്രഹ്മാവ് മുതൽ ഏതൊരു ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് ഉണ്ടായത് ആ ഭഗവാനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പൂർണ്ണസ്വരൂപനായിട്ടുള്ള ശ്രീനാരായണമൂർത്തിയെ അങ്ങനെ സങ്കല്പിച്ചുകൊണ്ടതാ അക്രൂരൻ സ്തുതിക്കുന്നു. ഈ അധ്യായം മുഴുവൻ അക്രൂരിൻ്റെ സ്തുതിയാണ്. വേറൊരു കഥാഭാഗവും ഈ അധ്യായത്തിൽ പറയണില്ല. 40-ാം അധ്യായം പൂർണ്ണമായിട്ടും അക്രൂരൻ തൻ്റെ സ്തുതിക്കായിട്ട് ഉപയോഗിച്ചു. അക്രൂരൻ സ്തുതിക്കുകയാണ്. അതോസ്മ്യഹം ത്വാഖില ഹേതുഹേതും നാരായണം പൂരുഷമദ്യമവ്യയം എന്നാഭിജാതാദരവിന്ദകോശാൽ ബ്രഹ്മാവിരാശിൽ യത ഏഷ ലോകാം. ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ കൃഷ്ണ, അങ്ങേ ഞാനിതാ നമസ്കരിക്കണു. അങ്ങ് ബാലനാണെങ്കിലും ഞാൻ അങ്ങയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് ഇരിക്കുകയാണെങ്കിലും ഞാൻ നമസ്കരിക്കണോ എന്നൊക്കെ അങ്ങ് സംശയിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാ ചരാചരങ്ങളുടെയും എല്ലാ തത്വങ്ങളുടെയും കാരണസ്വരൂപനാണ് അങ്ങ്. സകല ലോക സൃഷ്ടാവാണ് അങ്ങ്. ബ്രഹ്മാവ് പോലും അങ്ങയുടെ നാഭിയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള നെഞ്ചിരിവടിക്ക് ആദി ഇല്ല, അവസാനമില്ല, പരിപൂർണ അവസ്ഥയിൽ അങ്ങ് സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങയേക്കാൾ പ്രായം കൊണ്ടോ സ്ഥാനം കൊണ്ടോ ഒന്നും വേറെ ആരും ശ്രേഷ്ഠനായിരിക്കണില്ല. എല്ലാവരും അങ്ങയുടെ താഴെയാണ്. അങ്ങയെ ഞാൻ നമസ്കരിക്കണോ. കാര്യകാരണസ്വരൂപനായിട്ട് അങ്ങയെ. ഭൂസ്ഥോയമക്തിപ്പവനഖമാതിർ മഹാനുജാതിർമന ഇന്ദ്രിയാണി സർവേന്ദ്രിയാർത്ഥാവിബുധാശ്ച സർവേ യേ ഹേതവസ്തേ ജഗതോംഗഭൂതാഹം. അങ്ങയുടെ രൂപം ഇന്നതിൽ നിന്നുണ്ടായതെന്നും പറയാൻ സാധിക്കില്ല എന്നർത്ഥം. ചിദ്രൂപമാണ് അങ്ങയുടെ രൂപം. കാര്യകാരണങ്ങൾക്കൊക്കെ അപ്പുറമാണ്
അങ്ങയുടെ രൂപം ആ പരമതത്വം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ക്രൂരൻ പറയാണ്, ഈ പഞ്ചഭൂതങ്ങളുടെ ഭൂമി, വായു, അഗ്നി, ജലം, ആകാശം, അതുപോലെ തന്നെ അഹങ്കാരം, മഹത്വത്വം, മൂലപ്രകൃതി, പുരുഷൻ, മനസ്സ്, ഇങ്ങനെയുള്ള എല്ലാത്തിനും, ഇന്ദ്രിയങ്ങളുടെയൊക്കെ നാഥനായിട്ടുള്ള ലോകത്തിൻ്റെ കാരണഭൂതമായിരിക്കുന്ന എല്ലാം അങ്ങയിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് ലോകം എന്ന് പറയുന്നത്, പ്രപഞ്ചം എന്ന് പറയുന്നത് അങ്ങാണ് അതിന് കാരണസ്വരൂപൻ. അങ്ങയെ ആശ്രയിച്ചിട്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. നൈതേസ്വരൂപം വിദുരാത്മനസ്തേ അജാതയോനാത്മതയാ ഗൃഹീതാം അജോനുബദ്ധസ്വ ഗുണൈരജായാം ഗുണാൽപരം വേദ നതേ സ്വരൂപം. എല്ലാ വസ്തുക്കളും, പ്രകൃതിയിൽ കാണുന്ന എല്ലാ വസ്തുക്കളും, ജഡങ്ങളായിട്ടുള്ള വസ്തുക്കളും അല്ലാത്ത വസ്തുക്കളും എല്ലാം ഇന്ദ്രിയയുടെ സ്വരൂപം തന്നെയാണ്. അങ്ങയുടെ സ്വരൂപം തന്നെയാണ് ഇതെല്ലാം. എന്തുകൊണ്ടാണ് ജഡമായത് എന്നാണെങ്കിൽ, ഏത് വസ്തു, നമ്മൾ കാണുന്ന വസ്തു കാണുന്നവനിൽ നിന്ന് ഭിന്നമാവുമല്ലോ. കാണുന്നവനെ അറിയാത്തവയാണ് ആ വസ്തുക്കൾ എന്നർത്ഥം. ജഡമല്ലാതെ ഒരു വസ്തുവിനെ നേത്രങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ അതുകൊണ്ട് ആ ജഡമായിട്ടുള്ള വസ്തുക്കൾ ആരാണോ കാണുന്നത് അവനെ അറിയുന്നവനല്ല, അറിഞ്ഞവയല്ല എന്നർത്ഥം. എന്നാൽ ഈ ജഡവസ്തുക്കളിൽ ജീവൻ പ്രവേശിക്കുമ്പോഴാണല്ലോ അത് ശോഭിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള പരമാർത്ഥ സ്വരൂപത്തെ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ അതിനെല്ലാം ജഡവസ്തുക്കളാണ് എന്ന് പറയുന്നത്. അതായത് സാധാരണ മായാഗുണം ബദ്ധരായിരിക്കുന്ന, മായാഗുണം ബാധിച്ചിരിക്കുന്ന സാധാരണ ജീവന്മാർക്ക് അങ്ങയെ അറിയാൻ സാധിക്കണില്ല എന്നർത്ഥം. ത്വാം യോഗിനോ യജന്ത്യർത്ഥ മഹാപുരുഷമീശ്വരം സാധ്യാത്മം സാധിഭൂതം ച സാധിദൈവം ച സാധവാം. എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിലും പുറത്തും ഒക്കെ വ്യാപിച്ചു കിടക്കുന്ന ഓരോരുത്തരുടെയും വാസനകൾക്കനുസരിച്ച് വ്യാപാരങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അങ്ങ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഇതെങ്ങനെയാണ് ഇതിൻ്റെ വസ്തുത എന്ന് അറിഞ്ഞിരിക്കുന്ന യോഗികൾ അങ്ങയെ ഭജിക്കുന്നു. പിന്നെ ചില സജ്ജനങ്ങളൊക്കെ ശരീരത്തിൽ അധിവസിക്കുന്നവനാണ് നിന്തിരുവടി എന്നുള്ള ആ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ട് ഭഗവാനെ ഉപാസിക്കുന്നു. ഭഗവാനാണെങ്കിൽ സാക്ഷിരൂപത്തിൽ ശരീരത്തിൽ നിലകൊള്ളുന്നു ജീവസ്വരൂപേണ. ചില ആൾക്കാർ ഭഗവാനെ അന്തര്യാമിയായിട്ട്, സർവഭൂതങ്ങളിലും വസിക്കുന്ന അന്തര്യാമിയായിട്ട് അറിഞ്ഞുകൊണ്ട് ഉപാസിക്കുന്നു. വേറെ ചില ആൾക്കാർ തേജോമയനായിട്ടുള്ള മഹാപുരുഷനാണ് ഈ പരമാത്മാവ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഭഗവാനെ ഉപാസിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ വിധത്തിലാണ് ഭഗവാനെ ഉപാസിക്കുന്നത് എന്നർത്ഥം. അതെങ്ങനെ ഉപാസിച്ചാലും ശരി, വിരോധമില്ല. അതാത് വിധത്തിൽ അങ്ങയുടെ രൂപം അവർക്ക് അനുഭവപ്പെടുത്തി കൊടുക്കുന്നു ഭഗവാൻ. അങ്ങനെ അവരെ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ആനന്ദം അനുഭവിക്കാനുള്ള യോഗം അവർക്കുണ്ടാക്കി കൊടുക്കുന്നു. പല വിധത്തിലും ഭക്തന്മാർ അങ്ങയെ ആരാധിക്കുന്നു എന്നർത്ഥം. ത്രയ്യാജ വിദ്യയാ കേചിൽ ത്വം വൈതാനികാദ്വിജാഹം യജന്തേ വിതൈരജ്ഞേ നാനാരൂപാമരാഖ്യയാം. ഈ വേദങ്ങൾ, അത് 2-3 ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ വേദങ്ങൾക്ക്. കർമ്മകാണ്ഡുണ്ട്, ജ്ഞാനകാണ്ഡുണ്ട്. കർമ്മകാണ്ഡത്തിലൊക്കെ യാഗാദി കർമ്മങ്ങളൊക്കെ വിസ്തരിക്കുന്നു. ഈ കാണുന്ന വസ്തുക്കളൊക്കെ മിഥ്യയാണെന്ന് ബോധിപ്പിച്ച് യഥാർത്ഥ സ്വരൂപത്തെ അനുഭവവേദ്യമാക്കി കൊടുക്കുന്നു ജ്ഞാനകാണ്ഡം. ഈ യാഗാദി കർമ്മങ്ങളിൽ ശ്രദ്ധിക്കുന്ന വൈദികന്മാർ ഇന്ദ്രൻ, വരുണൻ മുതലായിട്ടുള്ള ദേവന്മാരെ ആരാധിക്കുന്നു യാഗത്തിൽ കൂടെ.
അങ്ങനെ അവർ ചിത്തശുദ്ധിയൊക്കെ പ്രാപിച്ച് ഭഗവാനിലേക്ക് എത്തുന്നു. ഭഗവാന്റെ പരമാർത്ഥതത്വം ക്രമേണ ധരിക്കണമെന്നർത്ഥം. ജ്ഞാനകാണ്ഡാണെങ്കിൽ അങ്ങനെയല്ല, നേരിട്ട് തന്നെ ഭഗവാന്റെ രൂപം മനസ്സിലാക്കി സ്വന്തം സ്വരൂപം തന്നെയാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഭഗവാനെ ആരാധിക്കണം. ഏകേ ത്വാഖില കർമാണി സന്യസ്യോപശമം ഗതാം ജ്ഞാനിനോ ജ്ഞാനയജ്ഞേന യജന്തി ജ്ഞാനവിഗ്രഹം. ജ്ഞാനികൾ അങ്ങനെയാണ്, ജ്ഞാനമാർഗം സ്വീകരിക്കുന്നവർ ഈ ആത്മസ്വരൂപനായിട്ടുള്ള ഭഗവാനെ അറിയുക വേണമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അറിഞ്ഞാൽ തന്നെയാണ് സംസാര ദുഃഖം തീരുള്ളൂ. അല്ലാതെ അനവധി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടൊന്നും ഈ അനർത്ഥങ്ങൾ ഇല്ലാതായി തീരില്ല എന്നർത്ഥം. ആനന്ദപ്രാപ്തി ലഭിക്കില്ല, ബ്രഹ്മാനന്ദപ്രാപ്തി. ആ ഒരു പരമാർത്ഥ തത്വം ധരിച്ചവരാണ് ജ്ഞാനികൾ. അവർ ഇത്തരം യാഗാദി കർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിക്കണു. അതിലൊന്നും താല്പര്യം എടുക്കണില്ല. ഈ ലോകത്തിൽ കിട്ടുന്ന എല്ലാ സുഖവും, അതുപോലെ തന്നെ ഇനി പരലോകത്തിൽ സിദ്ധിക്കുന്ന എല്ലാം തന്നെ കർമ്മങ്ങളെ കൊണ്ടൊന്നും കിട്ടാൻ സാധിക്കുന്നതല്ല. ജ്ഞാനികൾക്ക് സമാധി യോഗത്താൽ ഭഗവാനെ ലഭിക്കും എന്നർത്ഥം. ജ്ഞാനരൂപസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ അവർക്ക് അങ്ങനെ ജ്ഞാനത്തിൽ ലഭിച്ചുകൊണ്ട് അവർ ആരാധിക്കും. അവരുടെ മനസ്സിനെ വിഷയങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിച്ച് ആനന്ദസ്വരൂപനായിട്ടുള്ള ഭഗവാനിൽ തന്നെ നിർത്തിക്കൊണ്ട് ഭ്രമത്തിൽ നിന്ന് അവരെ മുക്തന്മാരാക്കുന്നു. സംസാര ഭ്രമമുണ്ടല്ലോ, അതിൽ നിന്ന് മുക്തന്മാരായിട്ട് അവർക്ക് കൈവല്യം, മോക്ഷം കിട്ടാനായിട്ടുള്ള സാധ്യത അങ്ങുണ്ടാക്കി കൊടുക്കുന്നു. ഞാനെന്നും എൻ്റേതെന്നും ഉള്ള ഭാവമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇല്ലാതാക്കി അവർക്ക് മോക്ഷപ്രാപ്തി കൊടുക്കുന്നു. അതാണ് ജ്ഞാനമാർഗം എന്നിവിടെ അക്രൂരൻ സ്മരിക്കുകയാണ്. അന്യേജ സംസ്കൃതാത്മാനോ വിധിനാഭീതേന തേ യജന്തി ത്വന്മയാ സ്വാം വൈ ബഹുമൂർത്തിയേകമൂർത്തികം. പല വിധത്തിലും ഭഗവാനെ ആശ്രയിക്കുന്നവരുണ്ട്. സാഖ്യം, യോഗം, കർമ്മം, ഇത്തരം മാർഗങ്ങളൊക്കെ കൂടാതെ ഉപാസനാമാർഗങ്ങളുണ്ട് ധാരാളം എന്ന് പറയുകയാണ്. ഓരോരുത്തരുടെ ഓരോ കർമാനുസരണം, ഓരോരുത്തരുടെ ബുദ്ധി ഓരോ വിധം ആയിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ ഉപാസനാ വ്യത്യാസങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ശൈവ വൈഷ്ണവാദി ദീക്ഷകളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടും ഉപാസകന്മാർ, വൈഷ്ണവന്മാർ എന്ന് പറയുന്നവർ വാസുദേവനായിട്ടും സംഘർഷനായിട്ടും പ്രദ്യുമ്നായിട്ടും അനിരുദ്ധനായിട്ടും ഒക്കെ പല വിധത്തിലുള്ള 4 വിധ ചതുർമൂർത്തി ഭേദങ്ങളാൽ അങ്ങയെ ആരാധിക്കണു. അങ്ങയെ ബഹുരൂപനാണ് എന്ന് അവർ സങ്കല്പിക്കണു. പക്ഷേ ഏകമൂർത്തിയായിട്ടുള്ള ഭഗവാനാണ്, സർവേശ്വരനാണ് അങ്ങ് എന്ന് മനസ്സിലാക്കി ഏകമൂർത്തിയായിട്ടുള്ള അങ്ങയെ ബഹുമൂർത്തിയേകമൂർത്തികം, ബഹുമൂർത്തി സ്വരൂപത്തിൽ ആരാധിക്കണമെന്ന് മാത്രം. അന്യേജ സംസ്കൃതാത്മാനോ വിധിനാപി ഹിതേനതേ യജന്തി ത്വന്മയാ സ്വാം വൈ ബഹുമൂർത്തിയേകമൂർത്തികം. ത്വാമേവാന്യേ ശിവോക്തേന മാർഗേണ ശിവരൂപിണം ബഹ്വാചാര്യവിഭേദേന ഭഗവൻ സമുപാസതേ. ശൈവന്മാരുടെ ഒരു ഭജനക്രമം ഉണ്ടെന്ന് പറയണം. അക്രൂരൻ അത് സ്മരിക്കുകയാണ്. അങ്ങയെ പലരും ശിവനാണ് എന്ന് പറയുന്നു. ശിവൻ എന്നുള്ള പേരിലാണ് അങ്ങയെ അറിയുന്നത്. ആ പരമമായിട്ട് തത്വം, പരമചൈതന്യ സ്വരൂപനായിട്ടുള്ള നിന്തിരുവടിയെ ശിവൻ എന്നുള്ള പേരിലാണ് അവരറിയണത് എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ആ മഹാദേവനെ ആരാധിക്കാനുള്ള മാർഗം, ശൈവമാർഗം, ബഹുവിധമായിട്ട് ആചാര്യന്മാർ നിശ്ചയിച്ചിരിക്കുന്നു ആ മാർഗത്തേക്ക്. അത്തരം മാർഗത്തെ സ്വീകരിച്ച് ഭജിക്കുന്നവരെ ശൈവന്മാർ എന്നാണ് പറയാറ്. അത് ഓരോരുത്തരുടെ രുചിയുടെ വ്യത്യാസം എന്നേ ഉള്ളൂ. ചിലർക്ക് ശൈവന്മാരായിട്ട് ഭജിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് അക്രൂരൻ സ്മരിക്കുകയാണ്. ബഹുവിധ നാമരൂപങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ആ നാമരൂപങ്ങളെ ഓരോരോ മാർഗത്തെ ആശ്രയിച്ചുകൊണ്ട് ഭജിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉപാസ്യനായിട്ടുള്ള ഭഗവാൻ ഒന്ന് തന്നെയാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ.
വേറെ അന്യനില്ലാത്തതുകൊണ്ട് എല്ലാവിധ നാമരൂപങ്ങൾ കൊണ്ടും എല്ലാവരും ചെയ്യുന്ന ഭജനം ഈ ഭഗവാനെക്കുറിച്ച് മാത്രമാണ്. ഇപ്പോൾ നദികൾ അനവധി ഉണ്ടല്ലോ, സമുദ്രം ഒന്നേ ഉള്ളൂ. ഈ നദികളൊക്കെ ചെന്ന് ചേരുന്ന സ്ഥാനമാണ് ആ സമുദ്രം, ഏകമായിട്ടുള്ള സമുദ്രം. അതുപോലെയാണ് എല്ലാ ഉപാസനാ രീതികൾക്കും ലക്ഷ്യം ഒന്ന് തന്നെയാണെന്ന് അർത്ഥം. ഏകനായിട്ടുള്ള നിന്തിരുവടി തന്നെയാണ്. സർവ ഏവ ഏജന്തിത്വം സർവദേവമയേ ഈശ്വരം യപ്യന്യദേവതാഭക്താം യദ്യപ്യന്യധിയ പ്രഭോ. പല വിധത്തില് ശൈവന്മാർ ശിവനാണ് വലുതെന്ന് പറയണു, വിഷ്ണുവാണ് വലുതെന്ന് വൈഷ്ണവര് പറയണു. എന്നിട്ട് പലരും അന്യോന്യം കലഹിക്കുന്നു. അങ്ങനെയുള്ളവരെങ്ങനെയാ ഇപ്പം ഏകദൈവത്തെ ധ്യാനിക്കുക, ഉപാസിക്കുക എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണമെങ്കിൽ സംശയം തോന്നിയേക്കാം. പക്ഷെ അത് ഉപാസകന്മാരുടെ ബുദ്ധിഭേദം എന്നേ അതിന് പറയാനുള്ളൂ. ഉപാസകന്മാർ വേണ്ട വിധത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഇത്തരം ഒരു തോന്നലുകൾ ഉണ്ടാവുന്നത്, പരസ്പരം കലഹത്തിനിടവരുന്നത്. അല്ലാതെ തത്വത്തിന് വ്യത്യാസമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വസ്തുവിന് ഭേദമില്ല. വസ്തു എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്, ഒരേ ഒരു തത്വം. ഇപ്പൊ സർവദേവതാ സ്വരൂപമായിരിക്കുന്ന അങ്ങയെ പല വിധത്തിലും ആൾക്കാർ യജിക്കുന്നുണ്ട് എങ്കിലും എല്ലാവർക്കും എല്ലാവിധ ഫലവും പ്രദാനം ചെയ്തുകൊണ്ട് അവരെ കർമ്മത്തിൽ വ്യാപരിപ്പിച്ചുകൊണ്ട് അങ്ങ് അവരെയൊക്കെ ഓരോരോ വിധത്തിൽ പ്രവർത്തിപ്പിക്കുന്നു. അങ്ങനെയാണ് ഈ ലോകത്തിനെ തന്നെ അങ്ങ് നിലനിർത്തുന്നത്. അങ്ങനെ ലോകത്തെ വേണ്ട വിധത്തിൽ നിലനിർത്തി പരിപാലിച്ചു പോകുന്നത് അങ്ങ് തന്നെയാണ്. ആ ഏകനായിട്ടുള്ള നിന്തിരുവടി തന്നെയാണ്, വേറെ ആരുമല്ല എന്നർത്ഥം. പക്ഷേ ഭക്തജനങ്ങൾ അവരുടെ ബുദ്ധിഭേദം അനുസരിച്ച് അങ്ങേക്ക് ഓരോ നാമരൂപങ്ങൾ നൽകിയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ നാമരൂപങ്ങൾ ശിവൻ, വിഷ്ണു, അല്ലെങ്കിൽ വേറെ പേരുകളുണ്ടല്ലോ, ഭഗവതി, ശാസ്താവ്, സുബ്രഹ്മണ്യം, ഇങ്ങനെ ഓരോ പേരുകളെ കൊണ്ട് നമ്മൾ വിളിക്കുന്ന എല്ലാം ഒന്ന് തന്നെ. പരമാർത്ഥമായിട്ടുള്ള ഒരേ വസ്തു തന്നെയുള്ളൂ എന്നർത്ഥം. ഇപ്പോൾ പനിനീർ, ഇവിടെ ഉദാഹരണം പറഞ്ഞിരിക്കുന്ന ഒരു പനിനീർ പൂവിൻ്റെ കാര്യമാണ്. പനിനീർ പൂവിനെ നമുക്ക് പല വിധത്തിൽ എന്തെങ്കിലും പേരുകൾ പറഞ്ഞു വിളിക്കാം. എന്ത് പേര് പറഞ്ഞു വിളിച്ചാലും ശരി, അതിൽ നിന്നുണ്ടാകുന്ന സുഗന്ധം അതിന് വ്യത്യാസമൊന്നുമില്ല എന്നർത്ഥം. സാക്ഷാൽ ഭഗവാനെ സംബന്ധിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഭഗവാന്റെ ഓരോ അംശങ്ങളെ, ഓരോ ശക്തികളെ നമുക്ക് ഓരോ പേര് പറഞ്ഞു വിളിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെയും സങ്കല്പം അനുസരിച്ച് നാമങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവർക്കെല്ലാവർക്കും അവരെന്താണ് സങ്കല്പിച്ചത് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ നൽകിക്കൊണ്ട് ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ ബുദ്ധിക്കനുസരിച്ച് അവർ കർമ്മങ്ങൾ ചെയ്യണം. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ ഭഗവാനെ സംബന്ധിച്ച് യാതൊരു വ്യത്യാസം ഉണ്ടാവണില്ല എന്നർത്ഥം. ഓരോരോ ഭക്തന്മാരുടെ പ്രവൃത്തികൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു എന്നല്ലാതെ നിന്തിരുവടിക്ക് ഭഗവാന് യാതൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ല എന്നാണ് അക്രൂരൻ്റെ ഭാഷ്യം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭഗവാനിൽ തന്നെയാണ് ചെന്ന് അവസാനിക്കുന്നത്. യഥാ അദ്രിപ്രഭവാൻ അദ്യ പർജന്യാ പൂരിതാ പ്രഭോ വിശന്തി സർവതസിന്ധം തദ്വത്വാം ഗതയോന്തതാ. എല്ലാ വസ്തുക്കളും, നദികളൊക്കെ വർഷക്കാലത്ത് വെള്ളം നിറഞ്ഞുകൊണ്ട് എല്ലാം പല ദിക്കുകളിൽ നിന്നും ഒഴുകി വന്ന് സമുദ്രത്തെ പ്രാപിക്കുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രവൃത്തികളും അവസാനം ഭഗവാനിലേക്ക് എത്തുന്നു. അതാത് ദേവതകളോട് കൂടി ഭഗവാനെ പ്രാപിക്കുന്നു എന്നർത്ഥം. ഓരോരോ ഭജനമാർഗങ്ങൾ സ്വീകരിച്ചാൽ ഭജനമാർഗങ്ങളാകുന്ന നദികൾ അത് ഭഗവാനാകുന്ന സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നർത്ഥം. ചില നദികളൊക്കെ നേരിട്ട് സമുദ്രത്തിൽ എത്തിച്ചേരും. മറ്റു ചില നദികൾ ചെറിയ നദികളാവും. അതൊക്കെ കൂടിച്ചേർന്ന് ഒന്നായി വർദ്ധിച്ചുകൊണ്ട് മഹാനദികളിലേക്ക് ലയിക്കണു. അവിടുന്ന് അത് ഒഴുകി ആ സമുദ്രത്തിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെയാണ് ഓരോരോ ആചാര്യന്മാരുടെ മാർഗത്തെ സ്വീകരിച്ചുകൊണ്ട് സാത്വികമായിട്ടുള്ള ഭക്തന്മാർ
അവരൊക്കെ നേരിട്ട് തന്നെ ഭഗവാനിലേക്ക് എത്തുന്നു. ചിലവരൊക്കെ ഇന്ദ്രാദി ദേവന്മാരെ ആരാധിക്കുന്ന രാജസഭക്തന്മാരാവും, അല്ലെങ്കിൽ താമസഗുണം തമോ ഗുണപ്രധാനികളായിട്ടുള്ള ഭൂതപ്രേതങ്ങളൊക്കെ ആരാധിക്കുന്ന താമസഭക്തന്മാരാവും. അവരൊക്കെ ഭഗവാനെ പ്രാപിക്കുന്നതിൽ അല്പം താമസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ദേവന്മാരുടെ കൂടെ ഇവര് ഒഴുകി ഭഗവാനിലേക്ക് എത്തുന്നു. അപ്പോൾ സാത്വിക മാർഗമാണ് ശരിക്കും പറയുന്നത് ഉത്തമം. മറ്റുള്ള രണ്ട് മാർഗങ്ങളും രാജസമാർഗവും താമസമാർഗവും അധമം, അല്ലെങ്കിൽ മധ്യമം അധമം എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും സ്വീകരിക്കേണ്ടത് സാത്വിക മാർഗമാണ്. സാത്വിക ഭക്തന്മാർക്ക് ഈ വർത്തമാന ജീവിതത്തിൽ തന്നെ ശരീരം അവസാനിച്ചു പോയി കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് എത്താനായിട്ട് സാധിക്കും. സത്വം രജസ്സമ ഇതി ഭവത പ്രകൃതർഗുണാം തേഷു ഹി പ്രാകൃത പ്രോതാം ആബ്രഹ്മസ്ഥാവരാതയാ. ഭഗവാന്റെ ശക്തിയാണല്ലോ ഈ കാണുന്ന പ്രകൃതിയിൽ കാണുന്ന എല്ലാം ഗുണങ്ങളൊക്കെ, സത്വരജ തമോ ഗുണങ്ങളെല്ലാം. എല്ലാ സൃഷ്ടികൾക്കും, ബ്രഹ്മാവ് മുതൽ എല്ലാ ചരാചരങ്ങൾക്കും ഈ സത്വാദി ഗുണങ്ങളുണ്ടാകും. ഈ സത്വ രജ തമോ ഗുണങ്ങളെ ആശ്രയിച്ചിട്ടാണ് എല്ലാ വസ്തുക്കളും നിലനിൽക്കുന്നത്. ഓരോരോ ജീവന്മാരും ഏതിനെയാണ് ആശ്രയിക്കുന്നത് അതനുസരിച്ച് അവരുടെ സ്വഭാവം രൂപപ്പെടുന്നു. അവർ അതാത് ദേവതകളെ ആരാധിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ സാത്വികഗുണമുള്ളവർ സത്വഗുണപ്രധാനികളായിട്ടുള്ള ദേവന്മാരെ ആരാധിക്കണമെന്ന് മാത്രം. അതുപോലെയാണ് രജോ ഗുണവും തമോ ഗുണവും. അപ്പോൾ ജീവന്മാര് ഈ ഗുണങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഗുണങ്ങളെ പ്രകൃതിയെ ആശ്രയിക്കണു, പ്രകൃതി ഭഗവാനെ ആശ്രയിക്കണു. അപ്പോൾ ക്രമേണ ഈ പ്രകൃതിയും അതുപോലുള്ള മറ്റുള്ള ഉപാധി മാർഗങ്ങളെല്ലാം നശിക്കുമ്പോൾ ഭഗവാനിലേക്ക് തന്നെ എത്തണമെന്നർത്ഥം. ഏതൊരു ദേവനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, ആ ഉപാധി മാർഗങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ, അതൊക്കെ നശിച്ചു കഴിഞ്ഞാൽ എല്ലാം പോയി ലയിക്കുന്നത് ഭഗവാനിലാണ്. പ്രകൃതി എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തിയാണ് എന്നർത്ഥം. അപ്പോൾ ഭഗവാന്റെ ശക്തിയാകുന്ന പ്രകൃതിയും ശക്തനും ഭഗവാൻ എന്നർത്ഥം ഒന്ന് തന്നെയല്ലേ. അപ്പം അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ബ്രഹ്മാദി ദേവന്മാർ, ബ്രഹ്മാവ്, ശിവൻ, മറ്റുള്ള ദേവന്മാരൊന്നും ഭഗവാനിൽ നിന്ന് ഭിന്നന്മാരല്ല എന്നർത്ഥം. അതുകൊണ്ട് ഭഗവാനെ നമുക്ക് സർവദേവമയൻ എന്നൊക്കെ വിളിക്കാം. നാമരൂപങ്ങൾ വ്യത്യാസമാണെങ്കിലും ആ ദേവന്മാരൊക്കെ ഭഗവാൻ തന്നെയാണ്. സൂക്ഷ്മത്തിൽ ആലോചിക്കുകയാണെങ്കിൽ ഈ വിവിധ ദേവതകളെ ഭജിക്കുന്നത് ഭഗവാനെ ഭജിക്കുന്നതിന് തുല്യമാണ്. അവസാനം എത്തിച്ചേരുന്നത് ആ ഭഗവാനിലേക്ക് തന്നെയാണ് എന്നർത്ഥം. തുഭ്യം നമസ്തേ സ്വവിഷക്ത തു അവിഷക്തദൃഷ്ടയേ സർവാത്മനി സർവധിയാം ച സാക്ഷിണി ഗുണപ്രവാഹോയം അവിദ്യയാകൃത പ്രവർത്തതേ ദേവനൃതിര്യഗാത്മസു. അങ്ങനെ സാധാരണ ജീവന്മാരെ പോലെ ഒരു ശരീരം ധരിച്ചിരിക്കുന്നു ഭഗവാൻ എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കൃഷ്ണനായിട്ടോ രാമനായിട്ടോ ഒക്കെ ശരീരധാരണം ധരിച്ചിരിക്കുന്നു. അത് കർമ്മം കൊണ്ടൊന്നുമല്ല ഭഗവാൻ അങ്ങനെ ധരിച്ചിരിക്കുന്നത് എന്നർത്ഥം. നമ്മൾക്കൊക്കെ ഓരോരോ ശരീരം കിട്ടുന്നത് കർമ്മഫലം കൊണ്ടാണ്. ഭഗവാനെ സംബന്ധിച്ച് അങ്ങനെയില്ല. ഭഗവാൻ സ്വയം തീരുമാനിച്ചാണ്, സ്വേച്ഛയാണ് ഭഗവാന്റെ അവതാരത്തിന് കാരണം. താൻ അവതരിക്കണമെന്ന് തീരുമാനിച്ചു, അവതരിച്ചു എന്നല്ലാതെ താൻ ഇങ്ങനെയായി തീർന്നത് കർമ്മം കൊണ്ടൊന്നുമില്ല, അർത്ഥം കർമ്മഫലമല്ല. അതുകൊണ്ട് സർവാത്മാവായിരിക്കുന്ന ഭഗവാന് ഞാനെന്നോ എൻ്റേതെന്നോ എന്നുള്ള ഭേദഭാവനയൊന്നും ഉണ്ടാവില്ല. ഭഗവാന്റെ ബുദ്ധി വേറെ ഒന്നിനോടും ചേർന്ന് നിൽക്കണമില്ല. നമുക്കൊക്കെ എന്താ പ്രശ്നം വെച്ചാൽ ഞാനൊന്നാ നീയെ വേറെ, അങ്ങനെയാണല്ലോ. ഞാൻ നീ, ഞാൻ നീയെ, എൻ്റെ നിൻ്റെ, ഇങ്ങനെയുള്ള ഭാവനകൾ നമുക്കൊക്കെ ഉണ്ട്. പക്ഷേ ഭഗവാൻ അതില്ല എന്നർത്ഥം. എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ വസിച്ചുകൊണ്ട് സർവാന്തര്യാമയായിട്ട് ഒരു ആസക്തിയുമില്ലാതെ ഭഗവാൻ ഇരിക്കുന്നു എന്ന് മാത്രം. മാത്രമല്ല ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാ ബുദ്ധിയുടെയും സാക്ഷിയാണ്, സർവത്തിൻ്റെയും സാക്ഷിയാണ്. സാക്ഷിയാവുമ്പോൾ എന്താ വെച്ചാൽ പ്രവർത്തിക്കൊന്നുമില്ലല്ലോ, ഉദാസീനനായിട്ടിരിക്കുകയുള്ളൂ.
ഒരു ഭാഗത്തേക്കും പ്രത്യേകം ചായവൊന്നും ഉണ്ടാവില്ല. അതായത് താനിരിക്കുന്ന ജീവാത്മാവിന് ഗുണമുണ്ടാകണമെന്നോ ദോഷമുണ്ടാകണമെന്നോ ഒന്നും ഭഗവാൻ വിചാരിക്കില്ല എന്നർത്ഥം. നിർലേപനാണ്, ഒന്നിനോടും ഒരു ബന്ധമില്ലാത്തവനാണ് ഭഗവാൻ. ഉദാസീനനാണ് എന്നർത്ഥം. സർവസാക്ഷിയായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയുള്ളൂ. എന്നാൽ നമ്മളെപ്പോലുള്ള ആൾക്കാരങ്ങനെയില്ല, സാധാരണ ജീവന്മാരെ. നമ്മളൊക്കെ എന്തായി ഈ സത്വരജ തമോ ഗുണങ്ങളോട് ചേർന്നുകൊണ്ട് അങ്ങനെ കഴിയണു. അങ്ങനെ നമുക്ക് ഓരോരോ വസ്തുക്കളിൽ, ദേവന്മാരിൽ, മനുഷ്യരിൽ, മറ്റുള്ള ജന്തുക്കളിൽ, പക്ഷികളിലൊക്കെ നമുക്ക് ശരീരങ്ങൾ, നമ്മൾ ശരീരം സ്വീകരിച്ചുകൊണ്ട് അതിലിരുന്നു കൊണ്ട് സുഖിക്കണോ ദുഃഖിക്കണോ അല്ലേ? നമ്മൾ തന്നെ തീരുമാനിക്കണോ നമുക്ക് സുഖമാണെന്ന്, നമ്മൾ തന്നെ തീരുമാനിക്കണോ നമുക്ക് ദുഃഖമാണെന്ന്. അങ്ങനെ പ്രവൃത്തി മാർഗങ്ങളിൽ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കണു, ജനിക്കുന്നു, മരിക്കുന്നു. അങ്ങനെ ഈ സംസാരത്തിൽ നിന്ന് കരകയറാതെ അതിൽ തന്നെ മുങ്ങിപ്പൊങ്ങിക്കൊണ്ട് അങ്ങനെ കുഴങ്ങിക്കൊണ്ട് ജീവിക്കുന്നു നമ്മൾ. അത് അങ്ങനെയാണ്. അപ്പം ജീവന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജീവന്മാർക്കും ഭഗവാനും തമ്മിൽ ഇതാണ് വ്യത്യാസം. ഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ ഇതിലൊന്നിൽ ഇടപെടണില്ല, എല്ലാത്തിനെയും കണ്ടും കൊണ്ടും കേട്ടുകൊണ്ടും ഇങ്ങനെ കഴിയണമെന്ന് മാത്രമല്ല, നിത്യതൃപ്തനായിട്ട് ഉദാസീനനായിട്ടിരിക്കണു. ജീവന്മാരങ്ങനെയല്ല, സുഖവും ദുഃഖവും അനുഭവിച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകണം. അതുകൊണ്ട് ജീവനായിട്ടിരിക്കുന്ന ഞാൻ, ക്രൂരം പറയാണ്, ജീവനായിരിക്കുന്ന ഞാൻ ഭഗവാനെ അങ്ങേ ആശ്രയിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സംസാര ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി. അതിന് ഭഗവാന്റെ കൃപ എന്നിലുണ്ടാകണം. ആ കൃപയിൽ കൊണ്ട് മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ. എനിക്ക് സ്വരൂപജ്ഞാനത്തെ ഉണ്ടാക്കി തരണം. ഈ അജ്ഞാനം എന്നുള്ള സ്വരൂപജ്ഞാനത്തെ നശിപ്പിച്ച് സംസാര സമുദ്രത്തിൽ നിന്ന് എന്നെ കരകയറ്റി വിടണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അഗ്നിർമുഖം തേ അവനിരഘ്രിരീക്ഷണം സൂര്യോ നഭോ നാഭിരഥോ ദിശശ്രുതി ജൗക്കം സുരേന്ദ്രാസ്തവ ബാഹവോർണവാം കുക്ഷർമരുൽ പ്രാണബലം പ്രകൽപ്പിതം. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് സർവാത്മാവ്. അതിനൊന്നും കൂടി വിസ്തരിച്ച് പറയുകയാണ് അവിടെ. വിരാട് സ്വരൂപം എന്ന് പറയും. ഭഗവാന് സർവാത്മസ്വരൂപനായിട്ടുള്ള ഭഗവാൻ വിരാട്ടാണ് എന്ന് പറയും. ലോകം സമസ്തവും ആ ഭഗവാന്റെ ഓരോരോ അവയവങ്ങളാണ് എന്ന് നിശ്ചയിച്ചിരിക്കുന്നു. വേദത്തിലൊക്കെ പറയണ്ടല്ലോ. ഈ ഭഗവാന്റെ ഈ സ്ഥൂലരൂപത്തിലെ, വിരാട് സ്വരൂപത്തിലെ ഉപാസകന്മാരുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു രൂപം സങ്കല്പിച്ചു കൊടുത്തത്. അങ്ങനെ ആ രൂപത്തിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ക്രമേണ അവ്യക്തമായിട്ടുള്ള രൂപമാണ് ഭഗവാനുള്ളത് എന്നുള്ള ഭാവത്തിലേക്ക് അങ്ങനെ നമ്മൾ മാറിപ്പോകണം. ഏറ്റവും നല്ലൊരു മാർഗം ഒരു രൂപത്തിൽ വിശ്വസിച്ചിട്ട് പതുക്കെ ആ രൂപത്തിന് വിടുക. അതുകൊണ്ടാണ് ഭഗവാന്റെ ഓരോരോ അവയവങ്ങളെ ഈ ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് വിവരിക്കാൻ കാരണം, ഭക്തന്മാർക്ക് കാട്ടിക്കൊടുക്കാൻ കാരണം. അങ്ങയുടെ മുഖം അഗ്നിയാണെന്ന് പറയും, ധരിപ്പിക്കും. അങ്ങയുടെ പാദം ഭൂമിയാണ്. പാതാളം മുതലുള്ള ലോകങ്ങളൊക്കെ 7 ലോകങ്ങൾ. പാതാളമേതസ്സിഹി പാദമൂലം എന്നൊക്കെ ഉണ്ടല്ലോ. ആ ശ്ലോകങ്ങളൊക്കെ അതിൻ്റെ ഒരു ഇത്തരം അർത്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നവയാണ്. ഭഗവാന്റെ നേത്രം അല്ലെങ്കിൽ കണ്ണ് എന്ന് പറഞ്ഞാൽ അതാണ് സൂര്യൻ. നാഭി മുതലുള്ള അവയവങ്ങളൊക്കെയാണ് ഈ ലോകത്തിലെ ഓരോരോ ലോകങ്ങൾ. ഭൂവർലോകം മുതൽ തപോലോകം വരെയുള്ള ലോകങ്ങൾ. അങ്ങനെ ഓരോ ദിക്കുകളൊക്കെ ശ്രോത്രങ്ങളാണെന്നും മൂർധാവാണ് സത്യലോകമെന്നും അങ്ങനെയുള്ള ഒരു രൂപത്തെ, വിരാട് സ്വരൂപത്തെ വിസ്തരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. വിരാട് സ്വരൂപം, ആ വിരാട് സ്വരൂപത്തെ ഉപാസകന്മാർക്ക് കൽപ്പിച്ചു കൊടുക്കണം, സങ്കല്പിച്ചു കൊടുക്കണം, അവർക്ക് ധ്യാനിക്കാൻ വേണ്ടി. പിന്നെയും പറയണ വിരാട് സ്വരൂപം തന്നെ പറഞ്ഞിരിക്കുകയാണ്. രോമാണി വൃക്ഷൗഷധയശ്ചിരോരുഹാം മേഘാപരസ്യാസ്തി നഖാനി തേദ്രയാം നിമേഷണം രാത്രഹിണീ പ്രജാപതി മേഘസ്തു വൃഷ്ടിസ്തവ വീര്യമിഷ്യതേ. ഭഗവാന്റെ രോമങ്ങൾ ആണ് ഈ വൃക്ഷങ്ങൾ എന്ന് പറയും.
തലമുടികളാണ് മേഘങ്ങൾ, എല്ലുകളാണ് ഈ ഭഗവാന്റെ നഖങ്ങൾ, പർവ്വതങ്ങൾ, അങ്ങനെ ഓരോന്നും സമഷ്ടി സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ഓരോരോ ഭാഗങ്ങൾ, ഓരോരോ അവയവങ്ങൾ, രാത്രി പകല്, ഇതെല്ലാം വർണ്ണിക്കണം. ത്വയ്യവ്യാത്മൻ പുരുഷേ പ്രകൽപ്പിതാൻ ലോകാസ്സപാല ബഹുജീവസങ്കുലാം യഥാ ജലേ സഞ്ജിഹതേ ജലൗകസോ ചിദംബരേ വാ മശകാ മനോമയേ. ഭഗവാനിലെ എല്ലാ ജീവജാലങ്ങളും ഭഗവാനിൽ തന്നെ ഒതുങ്ങിയിരിക്കണം. അല്ലെങ്കിൽ ഭഗവാൻ എല്ലാ ജീവജാലങ്ങളാൽ വിസ്തരിക്കപ്പെട്ടിരിക്കുകയാണ് ഭഗവാന്റെ അവസ്ഥ എന്ന് പറയാം. എല്ലാ ലോകങ്ങളും ഭഗവാനിൽ തന്നെ വിരാജിക്കണു. ജലത്തിലെ തിമിംഗലാദി ജന്തുക്കളൊക്കെ ജീവിക്കുന്ന പോലെ, കഴിയുന്ന പോലെ, അതുപോലെ തന്നെ ഈ ഓരോരോ വൃക്ഷങ്ങളിൽ അനേകം കൊതുക്കൾ താമസിക്കുന്ന പോലെ അവ പരസ്പരം തൊടാതെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഏകമായിരിക്കുന്ന വൃക്ഷത്തിൽ അനേകം കൊതുക്കൾ താമസിക്കുന്ന പോലെ ഈ കൊതുക്കൾ പരസ്പരം അറിയണില്ല മറ്റുള്ളവരുടെ ജീവിതം എന്താണെന്ന്. അതേപോലെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. പരസ്പരം അറിയാതെയും അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കഴിയണു. അനന്തങ്ങളായിരിക്കുന്ന ബ്രഹ്മാണ്ടങ്ങൾ ഓരോന്നും പരസ്പരം തൊടാതെ അന്യോന്യ വർത്തമാനങ്ങൾ അറിയാതെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. യാനി യാനി ഹൗരൂപാണി ക്രീഡനാർത്ഥം വിവർഷിഹി തൈരാമുഷ്ടശിരോ ലോകാമുദ ഗായന്തി തേഷാം. അങ്ങനെ ഓരോരോ രൂപങ്ങൾ സ്വീകരിച്ച് ഭക്തന്മാർ ഓരോ താപത്രയങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ ഭക്തന്മാരായിട്ട് ജീവിച്ചുകൊണ്ട് ആനന്ദം അനുഭവിക്കണം. ആ ആനന്ദം പകർന്നു കൊടുക്കുന്നത് ഭഗവാന്റെ യശസ് കൊണ്ടാണെന്നർത്ഥം. ഭഗവാന്റെ യശസ്സാണ് സന്തോഷത്തോടുകൂടി നമ്മൾ കീർത്തനം ചെയ്യുന്ന ഭക്തന്മാർ. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ആനന്ദം ലഭിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ, എല്ലാത്തിൻ്റെയും കാരണഭൂതനായിട്ടുള്ള നമഃകാരണമത്സ്യായ പ്രളയാബ്ധിജരായിതാം ഹയശീർഷ്ണേ നമസ്തുഭ്യം മധുകൈടഭമൃത്യവേ. അങ്ങനെ ഓരോരോ അവസരങ്ങളും മധു, കൈടഭൻ മുതലായ അസുരന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് അവതരിച്ചുല്ലോ ഭഗവാൻ ഹയഗ്രീവമൂർത്തിയായിട്ട്. അങ്ങനെയുള്ള ഭഗവാനെ ഇതാ ഞാൻ നമസ്കരിക്കുകയാണ്. ഓരോരോ രൂപത്തെ സങ്കല്പിച്ചുകൊണ്ട് ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. അപൂപാരായ ബൃഹതേ നമോ മന്ദരധാരിണേ ക്ഷിത്യുദ്ധാരവിഹാരായ നമസ്സൂകരമൂർത്തയേ. വരാഹമൂർത്തിയെ സ്മരിക്കുകയാണ്. മന്ദരപർവ്വതത്തെ പൊക്കുവാൻ വേണ്ടിയിട്ട് സ്വീകരിച്ച കൂർമ്മസ്വരൂപിയെ സ്മരിക്കണു. ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്ന സൂകരമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ സ്മരിക്കണു. അതുപോലെ തന്നെ പ്രഹ്ലാദനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, ഹിരണ്യകശിപനെ നിഗ്രഹിക്കാനായിട്ട് അവതരിച്ച നരസിംഹമൂർത്തിയെ നമസ്തേൽഭൃതസിംഹായ സാധുലോകഭയാപഹാം വാമനായ നമസ്തുഭ്യം ക്രാന്തത്രിഭുവനായ ചാം. അതേപോലെ തന്നെ മഹാബലിയുടെ കയ്യിൽ നിന്ന് 3 അടി മണ്ണ് യാചിച്ചിട്ട് 3 ലോകങ്ങളെ അനുഗ്രഹിച്ചില്ലേ ഭഗവാൻ. അങ്ങനെയുള്ള വാമനസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ ഇതാ ഞാൻ നമസ്കരിക്കണു. നമോ ഭൃഗൂണാം പതയേ ദൃപ്തക്ഷത്രവനച്ഛിതേ നമസ്തേ രഘുവര്യായാം രാവണാന്തകരായ ചാം. ത്രേതായുഗത്തിൽ ഭഗവാൻ രാമനായിട്ട് അവതരിച്ചില്ലേ, അതിനു മുമ്പ് പരശുരാമനായിട്ട് അവതരിച്ചില്ലേ. അങ്ങനെയുള്ള എല്ലാ ഈ ലോകോപദ്രവകാരികളായിട്ടുള്ള അസുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി ഓരോരോ രൂപത്തിൽ അവതാരം എടുത്തിട്ടുള്ള ഭഗവാൻ എല്ലാവരുടെയും, ഭൂമിദേവിയുടെയും ഭൂമിയിലുള്ള ജീവജാലങ്ങളുടെയൊക്കെ ദുഃഖത്തെ തീർക്കാൻ വേണ്ടി അവതരിച്ച ശ്രീരാമചന്ദ്രനായിട്ടും പരശുരാമനായിട്ടൊക്കെ അവതരിച്ച ഭഗവാനെ ഞാൻ ഇതാ നമസ്കരിക്കണു. നമസ്തേ വാസുദേവായ നമസ്സംഘർഷണായ ച പ്രദ്യുമ്നായ അനിരുദ്ധായ സത്വതാംബതയേ നമഃ. അങ്ങനെ വാസുദേവനായിട്ടും പ്രദ്യുമ്നായിട്ടും അനിരുദ്ധനായിട്ടും ബലരാമ സംഘർഷണമൂർത്തിയായിട്ടും ഒക്കെ അവതരിച്ച ഭഗവാനെ നമസ്കരിക്കണു. നമോ ബുദ്ധായ ശുദ്ധായ ദൈത്യദാനവമോഹിനി മ്ലേച്ഛപ്രായക്ഷത്രഹന്ത്രേ നമസ്തേ കൽക്കിരൂപിണേ. ഇനിതാ ബുദ്ധനായിട്ട് അവതരിക്കുന്ന ഭഗവാൻ, ക്ഷത്രിയന്മാരുടെ അന്തകനായിട്ട് കൽക്കിയായിട്ട് അവതരിക്കാൻ പോകുന്ന ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം.
ഭഗവജ്ജീവലോകോയം ഭഗവൻ ജീവലോകോയം മോഹിതസ്തവമായ അഹം മമേത്യ സൽഗ്രാഹോ ഭ്രാമ്യതേ കർമ്മ മർമ്മസു. അങ്ങനെ ഈ പ്രാണിലോകം മുഴുവൻ, ഈ ജീവലോകം മുഴുവൻ ഇന്ന വിധത്തിലെന്ന് പറയാൻ പറ്റില്ല. ഭഗവാന്റെ മായയിൽപ്പെട്ട് അങ്ങനെ മോഹിക്കപ്പെട്ട് ജീവിക്കുകയാണ് ഈ ജീവലോകം, ജീവന്മാരൊക്കെ. വിഷയങ്ങളെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ചുറ്റിത്തിരിയാണ് ഓരോരുത്തരും. അങ്ങയുടെ മായയിൽ മോഹിക്കപ്പെട്ടുകൊണ്ട് അതിൽ മോഹിതനായിരിക്കുന്ന അനേകം ജീവജാലങ്ങളിൽ ഒന്നായിട്ടുള്ള എന്നെ അക്രൂരം പറയാണ്, അത്തരം മായാലോകത്തിലിട്ട് കഷ്ടപ്പെടുത്തരുതേ ഭഗവാനെ, അങ്ങയുടെ പാതാരബന്ധങ്ങളിൽ ചേർക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അഹം മമേത്യസൽഗ്രാഹോ അസദ്ഗ്രാഹോ, ആ അങ്ങനെയുള്ള ഈയുള്ളവനെ, അങ്ങയുടെ മായയിൽ മോഹിക്കപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കരുതേ ഭഗവാനെ. അഹം ചാത്മാത്മജാകാരധാരാർത്ഥസുജനാദിഷു ഭ്രമാമി സ്വപ്നകൽപ്പേഷു മൂഢ സത്യധിയാ വിഭോ. അപ്പോൾ ഞാനും ഇങ്ങനെ മായയിൽ കിടന്ന് മോഹിച്ച് കഷ്ടപ്പെടുത്തരുതേ ഭഗവാനെ, എൻ്റെ മോഹത്തെ അവസാനിപ്പിച്ചു തരണം എന്ന് പറയാം, എന്നെ പരിശുദ്ധനാക്കി തീർക്കണം എന്ന് ഭഗവാനോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു അക്രൂരൻ. അങ്ങ് തന്നെയാണ് ഈ മായയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ, എന്നെ മോചിതനാക്കാൻ സമർത്ഥനായിട്ടുള്ളവൻ. അതുകൊണ്ട് ഞാൻ ഈ ക്ഷണഭങ്കരമായിട്ടുള്ള ഓരോരോ വസ്തുക്കളിൽ, നശിക്കുന്ന വസ്തുക്കളിൽ എന്നർത്ഥം, ദേഹം, പുത്രന്മാര്, ഗൃഹം, ഭാര്യ, ധനം, ഇത്തരം വസ്തുക്കളിലൊക്കെ അറിവില്ലാതെ വല്ലാതെ ആവേശം പൂണ്ടുകൊണ്ട് അതെല്ലാം നശിക്കാത്തവയാണ് എന്നുള്ള വിശ്വാസത്തോടെ എൻ്റേതായിട്ട് കരുതാണ് ഞാനെന്നും എൻ്റേതെന്നും വിചാരിച്ചുകൊണ്ട് അതിനോട് വല്ലാത്തൊരാസക്തി കാണിച്ചുകൊണ്ട് ഞാനിതാ കഴിയണു. ഈ സംസാര സമുദ്രത്തിൽ ഞാനിങ്ങനെ അകപ്പെട്ടുകൊണ്ട് വട്ടം ചുറ്റിത്തിരിയാണ് ഭഗവാനെ. അനിത്യമായിട്ടുള്ള വസ്തുക്കൾ ആണ് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ, അനിത്യാനാം ആത്മദുഃഖേഷു വിപര്യമതിർഹ്യഹം ദ്വന്ദ്വാരാമസ്തമോവിഷ്ടോ ന ജാനേ സ്വാത്മനപ്രിയം. ഇത്തരം ദേഹാദികളൊക്കെ നശിക്കാത്തവയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്നെ കഴിയുകയാണ്. പക്ഷെ അതിൻ്റെ ഒരു നശ്വരത എനിക്ക് എന്താ ബോധ്യപ്പെടാത്ത എന്നറിയില്ല ഭഗവാനെ. ആത്മാവല്ലാത്ത വസ്തുക്കളിൽ ഞാൻ ആത്മാവാണെന്ന് വിചാരിച്ചുകൊണ്ട്, ദുഃഖങ്ങളെയൊക്കെ സുഖം തരുന്നവയാണെന്ന് വിചാരിച്ചുകൊണ്ട് വിപരീതമായിട്ടുള്ള ബുദ്ധി വെച്ചുകൊണ്ട് ഞാൻ ജീവിക്കുകയാണ്. അങ്ങനെ ദുഃഖവും സുഖവും ഇത്തരം ദ്വന്ദ്വങ്ങളിലൊക്കെ രമിച്ചുകൊണ്ട് അജ്ഞാനം പേറിക്കൊണ്ട് ഞാനിങ്ങനെ ജീവിക്കുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം തരുന്ന, സുഖം തരുന്ന അങ്ങയെ ഞാൻ അറിയണില്ല ഭഗവാനെ. യഥാബുധോ ജലം ഹിത്വാ പ്രതിച്ഛന്നം തദുദ്ഭവൈ അഭ്യേരി മൃഗതൃഷ്ണാം വൈ തദ്വത്വാഹം പരംഘാം. അങ്ങനെ അറിവില്ലാത്ത ആൾക്കാരെ എങ്ങനെയാണോ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും അന്വേഷിച്ച് നടക്കുന്നത്, ജലത്തെ കണ്ടിട്ട് പോലും ജലമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ആ ജലാശയത്തെ മൂടിക്കിടക്കുന്ന മരീചിക എന്ന് പറയാം, എന്താ പറയുക, മുങ്ങിക്കിടക്കുന്ന ചണ്ടി, അങ്ങനത്തെ വസ്തുക്കളെ, മലിന വസ്തുക്കളെ കൊണ്ട് മൂടപ്പെട്ട ജലത്തെ മനസ്സിലാക്കാതെ ജലമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മരുഭൂമിയിൽ പോയിട്ട് അന്വേഷിക്കുകയാണ്. മരീചികയായിട്ടുള്ള ആ സൂര്യകിരണ ജ്വാലകളെ നോക്കിയിട്ട് ഞാൻ അത് വെള്ളമാണെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടിപ്പോണു. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള ആത്മാനന്ദം ലഭിക്കും, അത് ഭഗവാനിൽ നിന്ന് ലഭിക്കുമെന്ന് മനസ്സിലാക്കാതെ അതല്ല വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് വിഷയങ്ങളുടെ പിന്നാലെ ഞാനിതാ ഓടി നടക്കണു, ആസക്തനായിട്ട് അലയണു. നോത്സഹേഹം ക്രൗണധീ കാമകർമ്മ ഹതം മന യോദ്ധം പ്രമാധിപിശ്ചാക്ഷയർ ഹ്രയമാണമിതസ്തതാം. യഥാർത്ഥമായിട്ട് അറിയേണ്ടുന്നത് അങ്ങയാണ്. അങ്ങയെ അറിയാതെ ഞാൻ ഓരോരോ കർമ്മങ്ങളിൽ പെട്ടുകൊണ്ട്, കലുഷിതമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട്, ഇന്ദ്രിയങ്ങളുടെ ആകർഷണത്തിൽ പെട്ടുകൊണ്ട് മനസ്സിനെ പിടിച്ചെടുക്കാൻ സാധിക്കാതെ അങ്ങനെ കറങ്ങി നടക്കുകയാണ് ഭഗവാനെ. അങ്ങനെയുള്ള ഞാൻ
സോഹം തവാഘ്രിപഗതോസ്മി സദാം ദുരാപം തച്ചാപ്യഹം ഭവദനുഗ്രഹ ഈശമന്യേ പുംസോ ഭവല്യർഹി സംസരണാപവർഗസ്വയ്യബ്ജനാഭ സതുപാസനയാ മതിസ്യാൽ. അങ്ങനെ വല്ലാതെ കറങ്ങി വിഷമിക്കുന്ന ഞാൻ അങ്ങയുടെ പാദകമലത്തെ ഇതാ ആശ്രയിക്കുന്നു. അത്തരം ആൾക്കാർക്ക് ഒരിക്കലും പ്രാപിക്കാൻ കഴിയാത്തതാണ് ഭഗവാന്റെ പാദകമലങ്ങൾ. അതുകൊണ്ട് ഭഗവാനെ അങ്ങ് ശരണം പ്രാപിക്കാൻ ഇടവന്നത് എന്നുള്ളത് തന്നെ അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ്. സാധാരണക്കാർക്ക് സാധിക്കാവുന്നതല്ല, ഇത് എളുപ്പമല്ല എന്നർത്ഥം. ബ്രഹ്മദേവനും കൂടി ഉൽപ്പത്തി സ്ഥാനമാണ് അങ്ങ്. ബ്രഹ്മദേവൻ പോലും ഉണ്ടായത് അങ്ങയിൽ നിന്നാണ്. അങ്ങയുടെ ബ്രഹ്മദേവന് പോലും എപ്രകാരമാണോ സജ്ജന സംസർഗം ഉണ്ടാകുമ്പോൾ അങ്ങയിൽ ഭക്തി ഉണ്ടാകുന്നത്, അതേപോലെ ആയിരിക്കണം. അതേപോലെയാണ് ഞങ്ങൾക്ക് സംസാരികളായിട്ടുള്ള നമുക്കൊക്കെ ഭക്തി ഉണ്ടായാൽ മാത്രമേ ഭഗവാനെ അങ്ങയെ ഓർക്കാൻ സാധിക്കുള്ളൂ, അങ്ങയെ ആശ്രയിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ മാത്രമേ സംസാര ദുഃഖം ഇല്ലാതാവുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് ആ ഒരു ഭാഗ്യമുണ്ടായി, അങ്ങനെ കാണാനും സ്പർശിക്കാനും ആ സുഖം അനുഭവിക്കാനും എനിക്ക് ഒരു ഭാഗ്യമുണ്ടായി എന്ന് അക്രൂരൻ സ്മരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഭാഗ്യം മോക്ഷത്തിന് ഇടവരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുകയാണ്. നമോ വിജ്ഞാനമാത്രായ സർവപ്രത്യഹേതവേ പുരുഷേശ പ്രധാനായ ബ്രഹ്മണേനന്ദശക്തയേ. ഞാൻ ഇതാ ആത്മസാക്ഷാത്കാരം ലഭിക്കാൻ വേണ്ടി ഭഗവാനെ അങ്ങയെ ആശ്രയിക്കുന്നു. എല്ലാ വസ്തുക്കളുടെയും കാരണസ്വരൂപനായിട്ടുള്ള വിജ്ഞാനസ്വരൂപനായിട്ടുള്ള അങ്ങേക്ക് പ്രകൃതിയും കാലം പുരുഷൻ ഇങ്ങനെ പല വിധത്തിലും അങ്ങ് രൂപം ധരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ, ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാനെ, സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ നാഥനായിട്ടുള്ള അനന്തശക്തി സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു. നമസ്തേ വാസുദേവായ സർവഭൂതക്ഷയായ ചാം ഋഷികേശ നമസ്തുഭ്യം പ്രപന്നം പാഹി മാം പ്രഭോ. വേറൊന്നും എനിക്ക് പറയാനില്ല എന്ന് അക്രൂരൻ പറയാണ്. വാസുദേവനായിട്ടുള്ള ക്ഷയാനായിട്ടുള്ള സർവഭൂതക്ഷയായ സർവഭൂതങ്ങളുടെയും നിവാസസ്ഥാനമായിട്ടുള്ള വാസുദേവായ വസുദേവപുത്രനായിരിക്കുന്ന അങ്ങേക്ക് ഋഷികേശ, അങ്ങ് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പ്രേരകനാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങയ്ക്കായിക്കൊണ്ട് ഞാനിത് നമസ്കരിക്കുന്നു. പ്രപന്നം പാഹി മാമീശ. പ്രപന്നം, ഞാൻ എന്താ അങ്ങയെ പ്രാപിക്കുന്നു, അങ്ങയെ ശരണം പ്രാപിക്കുന്നു. മാം പാഹി, എന്നെ രക്ഷിക്കണേ, എന്നെ സംസാര ഭയത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അക്രൂരൻ ആ സ്തുതി അവിടെ സമർപ്പിക്കുന്നത്. മനോഹരമായിട്ടുള്ള അക്രൂര സ്തുതി 30 ശ്ലോകങ്ങൾ പൂർണ്ണമായും ഭഗവാനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള അക്രൂരൻ്റെ സ്തുതിയാണ് ഇന്ന് പാരായണം ചെയ്തതും. അതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതും. എല്ലാ വാക്കുകളും ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു. സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.